പ്രൈസ് ലോർഡ്. ദൈവസന്നിധിയിൽ ഒരു ദിവസം കൂടി നമുക്കായി തീരുവാൻ കർത്താവ് തന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ഹോശയ 12-ാം അധ്യായം 5-ാം വാക്യം. യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു, യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. സൈന്യങ്ങളുടെ യഹോവ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ചില ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകൾ കടന്നു വരുമ്പോൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. നോക്കൂ, ശത്രുവിനോട് പൊരുതി ജയിക്കുവാനുള്ള ദൈവകൃപയും ശക്തിയും ദൈവ പൈതലിനെ ആ സമയങ്ങളിൽ ദൈവം നൽകി തരും. നോക്കൂ, ഇവിടെ പറഞ്ഞ യാക്കോബ് ദൂതനോട് പൊരുതി ജയിച്ചു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാം വാക്യത്തിൽ നീ ദൈവത്തോടും മനുഷ്യനോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മളുടെ പേര് മാറ്റുന്ന ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത്. ഹല്ലേലൂയ. നമ്മോട് കൂടെ നിൽക്കുന്ന അപ്പൻ, നമ്മോട് ജയാളിയായിട്ട് ഹല്ലേലൂയ നമ്മോട് കൂടെ നിൽക്കുന്ന അപ്പനാണ്. ഹല്ലേലൂയ. പേര് മാറ്റുവാൻ, അതായത് മനുഷ്യരുടെ മുമ്പിൽ നമ്മെ മാന്യനാക്കുവാൻ കർത്താപ്പച്ചന് ഹല്ലേലൂയ സമയം മാറ്റി വെക്കേണ്ടി വരില്ല. ഹല്ലേലൂയ. അതായത് നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്തായിരിക്കും നമ്മുടെ പേര് ഹല്ലേലൂയ മാറ്റി തരുവാൻ കർത്താവിന് കഴിയുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും ഇവരെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറയുന്ന ഓരോരുത്തരും വിധി കൽപ്പിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ നമ്മെ കർത്താവ് എടുത്ത് ഉപയോഗിക്കും. ചില ഒറ്റപ്പെടലുകളെ, നിന്ദകൾ നാം നേരിടുമ്പോൾ നാം ഓർക്കണം അതിലൊരു ദൈവിക പദ്ധതി ഉണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. അത് ചിലത് ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ വേണ്ടിയുള്ളതാണെന്നും നാം വിചാരിക്കണം. ഹല്ലേലൂയ. നമുക്കൊന്ന് മോശയെ ശ്രദ്ധിച്ചു നോക്കാം. ഹല്ലേലൂയ. നോക്കൂ, 40 വർഷം കൊട്ടാരത്തിൽ, ഹല്ലേലൂയ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിച്ചു കാണും. ഹല്ലേലൂയ. നോക്കൂ, 40 വർഷം മരുഭൂമിയിൽ ജീവിതം കഴിച്ചു. എന്തിനാണ്? കൊട്ടാരത്തിൽ ഹല്ലേലൂയ വ്യക്തിയെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയെന്ന് നാം ചിന്തിക്കും. ഹല്ലേലൂയ. ചില ദൈവിക നിയോഗവും ദർശനവും വെളിപ്പാടുകളും ലഭിക്കണമെങ്കിൽ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കുവാൻ, അതിൻ്റെ മനോഹരത്വം ഹല്ലേലൂയ വില മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. നാം കണ്ടിട്ടില്ല ചില വ്യക്തികളിൽ എനിക്ക് ദൈവത്തെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നോക്കൂ, ദൈവം ഒരു കൊട്ടു കൊടുക്കും ആ സമയത്തിന്. ദൈവത്തെ ഹല്ലേലൂയ, അതായത് അവർ നമ്മളെ ഒക്കെ പരിഹസിക്കും. ദൈവത്തെ വിളിക്കുന്നവരാന്ന് പറഞ്ഞ് അവരൊക്കെ നമ്മളെ പരിഹസിച്ചിരിക്കാം. പക്ഷേ അവരെ കർത്താവ് പിന്നെ എടുത്ത് ഉപയോഗിക്കും. ദൈവനാമത്തിന് വേണ്ടി അവർ പിന്നെ കർത്താവിൻ്റെ സാക്ഷികളായി തീരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. മരുഭൂമിയുടെ അവസ്ഥ കടന്നു വരുവാൻ കൂടുതൽ സാധ്യതയുള്ള ആർക്കാ? ഹല്ലേലൂയ. എനിക്കൊന്നും വേണ്ട, ഞാൻ ദൈവത്തെ വിളിക്കില്ല എന്ന് പറയുന്നവരെ അപ്പൻ അവിടേക്കൊന്ന് കൊണ്ടുപോകും. ഹല്ലേലൂയ. നീ ഏകാന്തതയൊന്ന് മനസ്സിലാക്കണം, ഈ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് അവിടേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. അവിടെ കൊണ്ടുചെന്ന് എന്താണ് അപ്പൻ നമ്മോട് കൃത്യമായിട്ട് സംസാരിക്കും. ഹല്ലേലൂയ. അവർ അന്നേരം കണ്ണുകളെല്ലാം കർത്താവിലേക്ക് ഉയർത്തും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. അവസാന നിമിഷം ഒരു ഗതിയുമില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പ എന്നെ ഹല്ലേലൂയ കൈവിടില്ലേ എന്ന് പറഞ്ഞ് അപ്പനിലേക്ക് കൈ ഉയർത്തും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പരിഹസിച്ചതും നിന്ദിച്ചതും ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നത് നമുക്ക് പലരിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നീട് അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. യഹോവ സൈന്യങ്ങളുടെ ദൈവമാണ്. ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ നമ്മെ തള്ളിക്കളയാത്ത, നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹോശയ പ്രവാചകന്റെ പുസ്തകം തന്നെ 2:14 പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടു ചെന്ന് അവളോട് കൃത്യമായി സംസാരിക്കുക. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ പ്രയാസവേളകൾ വന്ന് സംസാരിക്കുവാൻ എല്ലാവരുടെയും കൂട്ടത്തിലല്ല പ്രിയ ദൈവമക്കളെ, ഒറ്റയ്ക്ക് കൊണ്ടുപോയി നമ്മോട് സ്വാന്തനമായി കൃത്യമായി സംസാരിക്കുവാൻ, അതായത് ഉപയോഗശൂന്യമായ തള്ളിക്കളഞ്ഞ നമ്മോട് ഇത്രയധികം സ്നേഹം തന്ന വേറിട്ട് സംസാരിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ അപ്പൻ മാത്രമാണ്. ഹല്ലേലൂയ. തള്ളിക്കളഞ്ഞ നമ്മെ അനുഗ്രഹമാറ്റിമാക്കുവാൻ നമ്മുടെ അപ്പന് കഴിയും. ഹല്ലേലൂയ. മരുഭൂമിയിൽ കരുതലിൻ്റെ അവസ്ഥയാണ് കാണുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഹാഗാറിന് വേണ്ടി ഒരു നീരുറവ
സമയത്ത് ഹല്ലേലൂയ അപ്പൻ തുറന്നു കൊടുത്തു. പ്രിയ മക്കളെ, ഇപ്പോഴും നമുക്ക് വേണ്ടി നീരുറവ തുറന്നു തരുവാൻ നമ്മുടെ അപ്പന് കഴിയും. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ ഏത് വിഷയത്തിനാണോ ആ വിഷയത്തിന്മേൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ കൂടെ ഇരുന്ന് നമുക്ക് വഴി തുറന്നു തരും. അതുകൊണ്ട് നാം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചുവെങ്കിൽ മറ്റുള്ളവരെ നാമും ഹല്ലേലൂയ വഹിക്കുന്നവരും സഹായിക്കുന്നവരും സഹിക്കുന്നവരും, അതായത് ആവശ്യങ്ങൾ അറിഞ്ഞ് വേദന മനസ്സിലാക്കി സന്തോഷം കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. നാം ഒരുവന് വേണ്ടി ഒരു സഹായമായി തീരുമ്പോൾ നമ്മെ സഹായിക്കുവാൻ, നമ്മെ താങ്ങുവാൻ നമ്മുടെ അപ്പൻ കൂടെയുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കുന്നവരെ ദൈവം താങ്ങി നടത്തും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, എപ്പോഴും നമ്മോട് കൂടെ ഉള്ളത് നമ്മുടെ അപ്പനാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നെ കരങ്ങളിൽ കാത്തുകൊള്ളൂ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ അപ്പൻ്റെ കരത്തിലാണ് നാം ആയിരിക്കുന്നത്. അതെ, കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നവരെ ചേർത്ത് നടത്തുന്ന അപ്പൻ. ഹല്ലേലൂയ. നമ്മുടെ അപ്പനെ പോലെ ഹല്ലേലൂയ നമ്മെ കൈവിടാതെ നടത്തുന്ന വേറൊരുവനുമില്ല. പ്രിയ മക്കളെ, മതിൽ കെട്ടി കാക്കുന്ന അപ്പനാണ്. നമ്മുടെ പ്രാർത്ഥനയാകുന്ന ആ മതില് തകർന്നു പോകാതെ, അതിൽ വിള്ളൽ സംഭവിക്കാതെ, അതിൽ ശത്രു കടന്നു വരാതെ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതെങ്ങനെയാണ്? പ്രാർത്ഥനയാകുന്ന ആ മതിലിൽ കൂടി മാത്രമേ ഒക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മളെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ സമയങ്ങൾ ചെലവഴിക്കുന്നവരായിരിക്കണം. ആ മതിലിനുള്ളിൽ ശത്രു കടന്നു വരാതെ, ഹല്ലേലൂയ ചെറുകുറുക്കന്മാർ നോക്കിയിരിക്കുമ്പോൾ അതിൽ കടന്നു വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. പ്രിയ മക്കളെ, മരുഭൂമിയിൽ നടന്ന മോശെ അവസാന 40 വർഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രായേലിൽ ജനങ്ങളെ മേയ്പ്പാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നീ എന്നും ആടിനെ മേയിച്ചു നടക്കുവാനുള്ളവനല്ല. ഹല്ലേലൂയ. നമ്മെ ഒരിക്കലും കർത്താവ് കൈവിടുകയില്ല. പ്രിയ മക്കളെ, എപ്പോഴും നമ്മുടെ സ്ഥിതി ഒരുപോലെ തന്നെ ആകണമെന്നില്ല. ഹല്ലേലൂയ. ഇന്ന് വചനം ശ്രവിക്കുന്നവരിൽ ആരെങ്കിലും ഹല്ലേലൂയ എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ, ഇതിന് മാറ്റം ഹല്ലേലൂയ കിട്ടത്തില്ലയോ എന്ന് പറഞ്ഞ് വിഷമത്തോടായിരിക്കുന്നുവെങ്കിൽ പ്രിയ മക്കളെ, ഒരു കാര്യം ഓർക്കുക. ഹല്ലേലൂയ മോശയെ എടുത്ത് ഉപയോഗിച്ച ദൈവം ഹല്ലേലൂയ ആടിനെ മേയ്പ്പാൻ മാത്രമല്ല, സൈന്യങ്ങളെ മേയ്പ്പാൻ ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിന് മറുപടി ഉണ്ട്. മോശയെ ദൈവം എവിടെ നിന്ന് ഉപയോഗിച്ചുവോ, എവിടേക്കാക്കി എത്തിച്ചോ, അതുപോലെ ഇന്നും കർത്താവിൻ്റെ കരം കുറുകാതെ, ചെവി മന്ദമാകാതെ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നമ്മെ കരുതുവാൻ വേണ്ടി, നമ്മെ കാക്കുവാൻ വേണ്ടി ഹല്ലേലൂയ അപ്പൻ്റെ കരം ഹല്ലേലൂയ നമുക്ക് വേണ്ടി നീട്ടിയിരിക്കുകയാണ്. പ്രിയ മക്കളെ, പ്രാർത്ഥനയിൽ നാം മുന്നേറണം. പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ കുറവ് വരുത്തരുത്. സൈന്യങ്ങളുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പേര് മാറ്റുന്ന ഒരു ദിനമുണ്ട്. പ്രിയ മക്കളെ, നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം തരുന്ന ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. കരുതുന്ന അപ്പനാണ് നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. ഏകാന്തതയിൽ സംസാരിക്കുന്ന അപ്പൻ, തള്ളിക്കളയുമ്പോൾ ചേർത്തു നിർത്തുന്ന അപ്പൻ. ഹല്ലേലൂയ. ദുഃഖവേളകളിൽ ആശ്വസിപ്പിക്കുന്ന അപ്പൻ, മരുഭൂമി മലർവാടികയാക്കുന്ന ദൈവം. നാം എന്തിനു ഭാരപ്പെടണം? ഹല്ലേലൂയ. യഹോവ സൈന്യങ്ങളുടെ ദൈവമാകുന്നു. ഹല്ലേലൂയ. യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഹല്ലേലൂയ. ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. പ്രിയ മക്കളെ, ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധി നമുക്ക് ഉറപ്പോട് നിൽക്കാം. കരുതുന്ന ദൈവത്തിൻ്റെ ഹല്ലേലൂയ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന കരം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളിൽ ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ അപ്പ അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ എൻ്റെ കർത്താവിന് കഴിയുമല്ലോ. ഹല്ലേലൂയ. യേശു അപ്പച്ചൻ്റെ സാന്നിധ്യം ഓരോ മക്കളും അനുഭവിപ്പാൻ എൻ്റെ ദൈവമേ ഇടയാക്കണമേ. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ അപ്പൻ ഹല്ലേലൂയ ഓരോ മക്കളുടെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഓരോ മക്കളുടെ വിഷയത്തിന്മേലും പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ മാനവും മഹത്വവും കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയ മക്കളെ, ഉറപ്പോട് നിൽക്കാം. സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്നും ശക്തീകരിക്കുന്ന അപ്പൻ്റെ കരത്തിലാണ് നാം ആയിരിക്കുന്നത്. വിശ്വാസത്തോട് മുന്നേറാം. ദൈവം എല്ലാവരെയും വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.